നമസ്കാരം. മൈ സ്റ്റോറിയിലേക്ക് സ്വാഗതം. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ വ്യക്തികളിലൂടെയുള്ള സഞ്ചാരമാണ് മൈ സ്റ്റോറി. മൈ സ്റ്റോറിയുടെ ആദ്യ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാള ഭാഷയ്ക്ക് സ്വന്തം ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തിത്വം ശ്രീ ടി.പി. ഭാസ്കര പൊതുവാൾ. കുട്ടികളുടെ മനസ്സിൽ മാതൃഭാഷാ സ്നേഹം വളർത്തുന്നതിനായി കളിമിറ്റം പോലെ രസകരമായ പാഠ്യപദ്ധതിക്ക് തന്നെ അദ്ദേഹം രൂപം കൊടുത്തു. പാഠശാല എന്നും പ്രഗത്ഭരായ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ഇഷ്ടസങ്കേതമാണ്. ഇനി നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. എല്ലാവരെയും കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് എൻ്റെ ദൗത്യം. കണ്ണീർ തൂകാനും പുഞ്ചിരിച്ചിടാനും ചാടിക്കളിക്കാനും കെറിമറിയാനും ചാഞ്ഞ തട്ടിക്കളിക്കാനും മുട്ടിമറിയാനും ടഠടഠണ ഇറങ്ങിപ്പോ കാഖ ഞാൻ പോണോ? കാഖ നീ പോയേ പറ്റൂ. കാഖ ഞാൻ പോയിക്കോളാം. എൻ്റെ മനസ്സിൻ്റെ തിരുമുറ്റത്ത് 7 തിരിയിട്ട നിലവിളക്ക് കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓരോ തിരി തെളിഞ്ഞു കത്തുമ്പോഴും എൻ്റെ മനസ്സ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. ഒന്നാം തിരി തെളിച്ചിടുന്ന നേരം എന്നുള്ളിൽ മന്ത്രിക്കുന്നു സാന്ത്വനം സാന്ത്വനം. രണ്ടാം തിരി തെളിച്ചിടുന്ന നേരം എന്നമ്മ വാരിപ്പുണർന്നേകുന്നു സാന്ത്വനം. മൂന്നാം തിരി തെളിച്ചിടുന്ന നേരം എന്നച്ഛൻ്റെ കൈവിരൽ തുമ്പിലേ സാന്ത്വനം. നാലാം തിരി തെളിച്ചിടുന്ന നേരം എന്നുള്ളിൽ ഒരോർമ്മയായി ആചാര്യ സാന്ത്വനം. അമ്മയും അച്ഛനും ആചാര്യരും ചേർന്ന ഒരു ഉണ്മയായി ഞാൻ തെളിക്കുന്നിതഞ്ചാം തിരി. ആരിൽ നിന്നാണോ വെളിച്ചം ഉൾക്കൊണ്ടത് ഈ നേര് വിളംബരം ചെയ്വത് ആറാം തിരി. ഏഴാം തിരി തെളിച്ചിടുന്ന നേരം എന്നാത്മബോധത്തിൻ്റെ തുഞ്ചത്തിരുന്ന് ഒരു പൈങ്കിളി പാടുന്നു രാമായണ കഥ. ശാരിക പൈതലേ ചാരുശീലേ നിന്റെ കേകകൾ കാകളി കേട്ടുണരട്ടെ ഞാൻ. കേകകൾ കാകളി കേട്ട് ഉണരട്ടെ ഞാൻ. ഇത് എൻ്റെ പാഠശാല, എൻ്റെ വീട് മലയാള ഭാഷാ പാഠശാല. മലയാള ഭാഷാ പാഠശാലയുടെ സാരഥി എന്ന നിലയിൽ ഭാഷാ പാഠശാലയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് മാഷെ? കൈതോല കമ്മലിട്ട എൻ്റെ ഗ്രാമം കൈതപ്പുറം, അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ വീട് ഒരർത്ഥത്തിൽ ഒരു ഗുരുകുലം തന്നെ ആയിരുന്നു പണ്ട്. അച്ഛൻ സംസ്കൃത പണ്ഡിതൻ,
വീട്ടിനകത്തിരുന്ന് ആ വീട്ടിൻ്റെ ചുറ്റുപാടുമുള്ള കുട്ടികൾക്കെല്ലാം ഗുരുകുല രീതിയിൽ അക്ഷരം പകർന്നു കൊടുക്കുന്ന ഒരു പാഠശാല തന്നെയായിരുന്നു എൻ്റെ കൈതപ്പുറത്ത് ഞാൻ ജനിച്ചു വളർന്ന വീട്. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഇങ്ങനെയൊരു പാഠശാല എൻ്റെ മകൻ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തുമെന്ന് വിചാരിച്ച് കാണാം. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ മനസ്സിലുള്ള ആഗ്രഹം സാധിപ്പിക്കാൻ വേണ്ടി ഞാൻ സർവീസിന് പിരിഞ്ഞതിന് ശേഷം എൻ്റെ പെൻഷൻ തുക നീക്കിവെച്ച് എൻ്റെ വീടിനെ ഒരു അനൗപചാരിക ഗുരുകുലമാക്കി മാറ്റി. അപ്പോൾ എനിക്ക് തോന്നി ഇതിൻ്റെ പേര് എന്താ വേണ്ടത്. അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഞാൻ എന്ത് പേരിടണം? നീ എന്തിനാ മോനെ സംശയിക്കുന്നത്? പാഠശാല എന്നെ പേരിട്ടോ, മലയാള ഭാഷാ പാഠശാല. ഉടനെ എൻ്റെ മാനസ ഗുരുവാണ് MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരോട് ഞാൻ വിളിച്ചു ചോദിച്ചു, മനസ്സുകൊണ്ട് വിളിച്ചു ചോദിച്ചു, ഗുരു ഈ വീട്ടിന് ഞാൻ എന്ത് പേരാണ് നൽകേണ്ടത്? സംശയം എന്താ ഭാസ്കര, പാഠശാല എന്നിടൂ. ഒപ്പം ഞാൻ എൻ്റെ പ്രൈമറി സ്കൂളിലെ എൻ്റെ ശങ്കരമാഷോട് ചോദിച്ചു, ഞാൻ എന്താ പേരുണ്ട്? പക്ഷേ സംശയിക്കാൻ എന്തുള്ളു? പാഠശാല. 8ാം ക്ലാസ്സിൽ നിന്ന് മലയാളം അധ്യാപകനാകണമെന്ന് എന്നെ ആശീർവദിച്ച എൻ്റെ AK കൃഷ്ണൻ മാഷോട് ചോദിച്ചു, ഞാനിങ്ങനൊരു ആലോചനയുണ്ട്, നല്ലതല്ലേ ഭാസ്കര, പാഠശാല എന്ന് പേരിടൂ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുന്ന മല്ലിശ്ശേരി കരുണാകരൻ മാഷോട് ചോദിച്ചു, എന്ത് പേരിടണം? നീ പാഠശാല എന്നല്ലേ ഉദ്ദേശിച്ചത്, അത് തന്നെ പേര്. അങ്ങനെ എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും എൻ്റെ ഗുരുനാഥന്മാരോടും എൻ്റെ ഈ പാഠശാലക്ക് ഉത്തേജനം നൽകിയ MT വാസുദേവൻ നായരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ഉത്തരം മലയാള ഭാഷാ പാഠശാല. അങ്ങനെ മലയാള ഭാഷാ പാഠശാല 2002 ഞാൻ ആരംഭിച്ചു. എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മാഷേ? ഇതൊരു 3 തലത്തിലാണ് ഞാൻ ഇതിൻ്റെ പ്രവർത്തനത്തിന് ഒരു രൂപരേഖ ഉണ്ടാക്കിയത് എൻ്റെ മനസ്സിൽ. ഒന്ന്, ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ചെയ്തത് കുട്ടികൾക്ക് വേണ്ടി കളിമുറ്റം എന്നുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്തു. പല വിദ്യാലയങ്ങളിലെ 100 കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പള്ളിക്കുന്ന് രാധാവിലാസം UP സ്കൂളിൽ ഒരു ക്യാമ്പ്, ഒരു ശില്പശാല നടത്തി. അതൊരു മണിക്കൂർ നേരം കുട്ടികൾക്ക് എൻ്റെ ഒരു നാടക പരിശീലനം ചെയ്തു. അതിനുശേഷം ഈ 100 കുട്ടികളെ 10 വിഭാഗമാക്കി തിരിച്ചു. അപ്പം അവർ കളിമുറ്റം, ഇത് കളിമുറ്റം, മലയാളത്തിന് കളിമുറ്റം, മുത്തശ്ശി കഥ പറയും ഞങ്ങൾ, മുത്തശ്ശി കഥ പാടും ഞങ്ങൾ, മുത്തശ്ശ ഒരു കഥ പറയൂ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് ഈ കുട്ടികൾ ഈ വിദ്യാലയത്തിന് പുറത്തേക്കിട്ട് ഇറങ്ങും. അപരിചിതമായ വീടുകളിലേക്കാണ് ഈ കുട്ടികൾ ചെന്ന് കയറുന്നത്. ഒരു മുന്നറിയിപ്പില്ലാതെ എൻ്റെ കുട്ടികൾ 10 സംഘമായി പിരിഞ്ഞ കുട്ടികൾ 10 വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് പാടും ഈ പാട്ട്, മുത്തശ്ശാ ഒരു കഥ പറയൂ. ഇത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നൊരു താക്കീത് മണിയാണ് അല്ലേ, കോളിംഗ് ബെൽ എന്ന് പറയുന്നില്ലേ, ആ ഒരു താക്കീത് മണിയായി. അപ്പോൾ ഇത് ഉറക്കെ കുഞ്ഞുമക്കൾ പാടുമ്പോൾ ആ വീടിൻ്റെ വാതിൽ തുറക്കും. എൻ്റെ കുട്ടികൾ ആരോടും ചോദിക്കാതെ വീട്ടിൻ്റെ അകത്തേക്ക് ചാടിയങ്ങ് കയറും. അപ്പം അന്തം വിട്ട് നിൽക്കും വീട്ടമ്മ. എന്താ വെച്ചാൽ ഒരു സമ്മതമില്ലാതെ, ഒരു മുന്നറിയിപ്പില്ലാതെ എൻ്റെ കുട്ടികൾ വീട്ടിൻ്റെ അകത്ത് കയറുകയാണ്. പിന്നെ ഈ വീട് അവരുടേതായി. അവർ പറയും, ഇന്ന് ഉച്ചക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന ഭക്ഷണം. ആര് ചെന്ന് കയറിയുടെ കുട്ടികൾ പറയുന്നത്, ഈ 10 കുട്ടികൾ ഇന്ന് ഉച്ചക്ക് ഇവിടുന്ന ഭക്ഷണം. അപ്പോൾ 2 കുട്ടികൾ അടുക്കളയിൽ ചെന്നിട്ടുണ്ടാവും, അടുക്കളയിൽ എത്തിയിട്ടുണ്ടാവും, ഒരു കുട്ടി പാടുന്നുണ്ടാവും. ആ വീട് ശരിക്കും പറഞ്ഞാൽ ആരുടേതായി മാറി? ഈ കുട്ടികളുടേതായി മാറി. ഒരേ സമയത്ത് 10 വീട്ടിൻ്റെ അകത്ത് പുറത്തുമായി പരിപാടി നടക്കുക ചെയ്യുന്നത്. ഉച്ച ഒരു 1:30 മണിയായി എൻ്റെ മക്കൾ വീണ്ടും ആദ്യം കയറിയ വീട്ടിലേക്ക് ചെല്ലും. അപ്പോൾ ഇതുവരെയുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് 4 കറിയും ചോറും പായസം അടക്കമുള്ള സദ്യ ഈ വീട്ടമ്മ ഒരുക്കിയിട്ടുണ്ടാവും എൻ്റെ കുട്ടികൾക്ക്. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച ശേഷം വീട്ടുമുറ്റത്ത് വെച്ച് അവർ അന്നത്തെ വീട്ടനുഭവങ്ങൾ നാടകമാക്കി മാറ്റും. ഓരോ വീട്ടിൽ പോയ അനുഭവങ്ങൾ. ഇപ്പോൾ 10 വീട്ടിൻ്റെ മുറ്റവും ഒരു കളിമുറ്റായി, നാടകമായി. അപ്പോൾ ചുറ്റുവട്ടമുള്ള ആൾക്കാരെല്ലാം തന്നെ ഇത് കാണാൻ വന്നു. അപ്പോൾ ഒരു നാടിൻ്റെ അകം നാടകമായി മാറുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, ഇവർ ഈ വൈകുന്നേരം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സ്കൂളിലേക്ക് വരണം, നാടകമുണ്ട്. അത് ഈ 10 വീട്ടിലെ അംഗങ്ങളെയും ഈ നാടകം കാണാൻ വേണ്ടി ക്ഷണിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഇവർ
അവിടെ വരുന്നു. വൈകുന്നേരം ഈ വീട്ടുകാർ അവിടെ എത്തുന്നു. ഇവർ നാടകം കളിക്കുന്നു. ഈ നാടകത്തിൽ ഈ കുട്ടികൾ പറയുന്ന സംഭാഷണം മുഴുവനും ഈ വീട്ടമ്മമാർ വീട്ടിൽ നിന്ന് പറഞ്ഞ സംഭാഷണമായിരിക്കും. അതാണ് അരങ്ങിൽ ആരവതരിപ്പിക്കുന്നത്? കുട്ടികൾ അവതരിപ്പിക്കുന്നത്. അത് കാണുക ചെയ്യുന്നത് ഈ അമ്മമാരും. അപ്പോൾ അവർ അത്ഭുതത്തോടെ കാണുന്നു ഈ നാടകം. എൻ്റെ വീട്ടിൽ നിന്ന് കുട്ടി പറഞ്ഞ സംഭാഷണമാണ് ഇപ്പോൾ സ്റ്റേജിൽ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വീട്ടമ്മമാരെ വേദിയിലേക്ക് വിളിക്കും. ഈ കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണ്? അങ്ങനെ ഒരു മുഖാമുഖം സംഭാഷണം നടത്തും. അങ്ങനെ ഒരു പ്രത്യേകമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക ചെയ്തത്. പിന്നെ ഈ 100 കുട്ടികളും 2 ദിവസം കൊണ്ട് തന്നെ മറ്റു കുട്ടികളുടെ അച്ഛനമ്മമാരെക്കുറിച്ചും ആ വീട്ടിലെ ചരിത്രം മുഴുവനും ഈ കുട്ടികൾ പഠിച്ചിരിക്കും. പക്ഷേ കയ്യിൽ കടലാസില്ല, പേനയില്ല. മുഴുവൻ അവർ മനസ്സിലെഴുതിയിരിക്കണം. മനസ്സിലായി? ഇവരൊക്കെ നിരീക്ഷിക്കാൻ ഒരാളുണ്ടാവും. ആ വീട്ടിൽ ചെന്നിട്ട് ഒരു കുരുത്തക്കേട് കളിക്കുന്നത് അവരെ ഒന്നും തടയാൻ പറ്റില്ല. അവർ ചെയ്യുന്നത് എന്താണ്? ഓരോ കുട്ടിയെയും പഠിക്കാൻ ഓരോ സംഘത്തിൻ്റെ ഒരു നേതാവുണ്ടാവും. ആ കുട്ടി എന്ത് ചെയ്യുന്നു പഠിച്ചോളുക, ഇടപെടാൻ പറ്റില്ല. ആ കുട്ടിയെ പഠിക്കുക. അങ്ങനെയുള്ള അത് ഇത് കഴിഞ്ഞ് ഇവരോട് ഒന്ന് ഈ പരിപാടി അവതരിപ്പിച്ചു. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ ഈ ശില്പശാലയിലെ അനുഭവങ്ങൾ സ്വാംശീകരിച്ചിട്ട് വീട്ടിലെത്തിയാൽ എന്ത് ചെയ്യണം? അവർ ഒരു ഡയറി കുറിപ്പ് എഴുതണം. ഏറ്റവും നല്ല ഡയറി കുറിപ്പിന് സമ്മാനം കൊടുക്കും. ഞാൻ ഈ ഒരു കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാണ് സമ്മാനം തരേണ്ടത്? അപ്പോൾ കുട്ടി മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചെമ്മനും ചാക്കോ. ആദ്യം പറഞ്ഞു ചെമ്മനും ചാക്കോ ആണ് ഞങ്ങൾക്ക് പുരസ്കാരം തരേണ്ടത്. ഞാൻ ഉടനെ ചെമ്മനും ചാക്കോനെ വിളിച്ചു. ഞാനിങ്ങനൊരു പാഠശാല തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ചെമ്മനാൻ ചാക്കോ പാഠശാലയായിട്ട് ബന്ധപ്പെടുന്നത്. ഇങ്ങനെ അവർ പറഞ്ഞു സമ്മാനം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരുടെ കയ്യാണ് സമ്മാനം? എല്ലാ കുട്ടികളും പറഞ്ഞു ചെമ്മനും ചാക്കോ തരണം. ഞാൻ അവർ സമ്മതിക്കുകയും ചെയ്തു. എപ്പോഴാണ് ചാക്കോ സാർ വരുന്നത് കണ്ണൂരേക്ക് എന്നതിൻ്റെ ചോദ്യം. ചാക്കോ സാർ അന്തം വിട്ടു. ഞാൻ ആദ്യമായിട്ട് ചാക്കോ സാർ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ എന്താ ഞാൻ സമ്മതിച്ചു ചാക്കോ സാർ ആ പുരസ്കാരം തരുമെന്നു. ഞാൻ വരാം പൊതുവാളെ. അങ്ങനെ ചെമ്മനും ചാക്കോ എവിടെ വരികയാണ്? പള്ളിക്കുന്ന് രാധാവിലാസ UP സ്കൂളിൽ വരികയാണ്. ഒരു അധ്യാപക രക്ഷാകർതൃ സമിതിക്കാർ 15 പഞ്ചതന്ത്രം കഥകൾ വാങ്ങി. 15 നല്ല ഡയറി കുറിപ്പുണ്ടായിരുന്നു. ഈ 15 പഞ്ചതന്ത്രം കഥകൾ ചെമ്മനും ചാക്കോവിൻ്റെ മനോഹരമായ കൈയെഴുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നു. ഞാൻ രക്ഷകർത്താക്കൾ നിങ്ങൾ തന്നെ പടമെടുക്കണം, എന്നിട്ട് ഇത് ലാമിനേറ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിൻ്റെ പൂമുഖത്ത് വെക്കണം. അപ്പോൾ ചാക്കോ സാറ് ഈ പുരസ്കാരം കുട്ടികൾക്ക് കൊടുക്കുന്ന ചിത്രം വീട്ടിൻ്റെ മുറ്റത്ത്. അവിടെ എൻ്റെ ഈ കളിമുറ്റത്തിലൂടെ പ്രധാനമായ അറിയുന്നത്, അതായത് അപരിചിതമായ വീട്ടിൽ കയറി ചെന്ന് ആതിഥേയരായി എങ്ങനെ തിരിച്ചു വരാം, സ്വയം അറിയുക, പരസ്പരം അറിയുക, നാടറിയുക, നാട്ടുകാരെ അറിയുക, നാടിനകം നാടകം. ഇതാണ് കളിമുറ്റത്തിലൂടെ കൊടുക്കുന്ന സന്ദേശം. സ്വയം അറിയുക, പരസ്പരം അറിയുക, നാടറിയുക, നാട്ടുകാരെ അറിയുക, നാടിനകം നാടകം. അപരിചിതമായ വീട്ടിൽ കയറി ചെന്ന് ആതിഥേയരായി എങ്ങനെ തിരിച്ചു വരാമെന്ന അനുഭവത്തിലൂടെ ഏകലവ്യനെ പോലെ അനുഭവങ്ങളിൽ നിന്ന് അക്ഷരം പഠിക്കുക. പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത് കേവലമായ അറിവ്, അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് തിരിച്ചറിവ്. അഭിമന്യുവിനും അർജുനനും കിട്ടിയത് അറിവാണ്. അതുകൊണ്ട് അവർ കർമ്മരംഗത്ത് തളർന്നു വീണു. ഏകലവ്യനും ഹനുമാനും കിട്ടിയത് തിരിച്ചറിവാണ്. അവരെന്ത് ചെയ്തു? ജീവിതത്തിൽ ഒരു ശരമയച്ചപ്പോൾ 7 ശരമായി മാറുകയും ജീവിതമാകുന്ന സാഗരം താണ്ടി സീതയെന്ന സത്യത്തെ കണ്ടെത്താനുള്ള ആദ്യത്തെ സത്യാന്വേഷക പരീക്ഷകനായി ഹനുമാന് മാറാൻ പറ്റിയത് അനുഭവങ്ങളിൽ നിന്ന് അക്ഷരം പഠിച്ചതുകൊണ്ടാണ്. അനുഭവങ്ങളിൽ നിന്നാണ് അക്ഷരം പഠിക്കേണ്ടത് എന്നാണ് എൻ്റെ പാഠശാലയിലെ കളിമുറ്റത്തിലൂടെ ഞാൻ ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ഇന്നത്തെ കുട്ടികൾക്ക് മാർക്ക് മതി, ഇന്നത്തെ അമ്മമാർക്കും മാർക്ക് മതി. പക്ഷേ റിമാർക്കിൻ്റെ ഒരു കോളവും കൂടി ഉണ്ട് എന്ന് ഇവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. മാർക്കിൻ്റെ കോളത്തിൽ 10 മാർക്ക് കുറഞ്ഞാലും റിമാർക്കിൻ്റെ കോളത്തിൽ 100 മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരാകാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അതുകൊണ്ടാണ് ഈ റിമാർക്കിൻ്റെ കോളം നോക്കാത്ത അച്ഛനമ്മമാരെയൊക്കെ തന്നെ ഈ മക്കൾ ഡോക്ടറും എഞ്ചിനീയറും ആയാൽ വൃദ്ധസദനത്തിൽ കൊണ്ട് താമസിപ്പിക്കും. മാർക്കെത്ര ചോദിച്ച അച്ഛനമ്മമാർ ആലോചിക്കേണ്ടത്
ഇവരുടെ യോഗം വൃദ്ധസദനത്തിൽ കിടന്നിട്ട് നരകിക്കാനായിരിക്കും. എന്നുവെച്ചാൽ റിമാർക്കിൻ്റെ കോളത്തിൽ മാർക്ക് നോക്കിയ അച്ഛനമ്മമാർക്ക് ഒരിക്കലും വൃദ്ധസദനത്തിലേക്ക് പോകേണ്ടി വരില്ല. എവിടെ നിൽക്കുമ്പോഴും ഈ കുട്ടികളുടെ മനസ്സ് മുഴുവനും ഈ അച്ഛനമ്മമാരിൽ തന്നെയായിരിക്കും. അതൊരു സംസ്കാരമാണ്, അതൊരു നന്മയാണ്, ജീവിതത്തിൻ്റെ മൂല്യബോധമാണ്. ഈ മൂല്യബോധം കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഈ അടിത്തറയാണ്, അനിവാര്യമെന്നത് തിരിച്ചറിയാനാണ് എൻ്റെ പാഠശാലയുടെ ഒരു ദൗത്യം. ഇതാണ്. അപ്പോൾ മാഷ് പറഞ്ഞു വരുന്നത് അറിവിനേക്കാൾ അറിവല്ല പ്രധാന, വകതിരിവാണ്. ഇന്ന് വകതിരിവില്ലാത്തൊരു കാലമായി മാറി. അടുത്ത ഘട്ടം അടുത്ത എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ആദ്യത്തെ പ്രവർത്തനത്തിൽ. പിന്നെ ഞാൻ ചെയ്തത് ഈ വടക്കേ മലബാറിന് മഹാകവി പി കുഞ്ഞിരാമൻ നായർ പറഞ്ഞിരുന്നു, ജനിക്കുന്നെങ്കിൽ കോഴിക്കോടിനപ്പുറം ജനിക്കണം. ഇപ്പുറത്ത് ജനിച്ചാൽ ഇവൻ ഇവിടെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് മഹാകവി കുട്ടമത്ത്, വിദ്വാൻ പി കേളുനായർ, മഹാകവി പി കുഞ്ഞിരാമൻ നായരൊക്കെ ആദ്യം മഹാകവിക്ക് വരും ഭക്തകവിയായി ഈ മൂലക്ക് ചുരുണ്ടുകൂടേണ്ടി വന്നത്. അതുകൊണ്ടാണ് കുഞ്ഞിരാമൻ നായർ ജനിക്കുന്നെങ്കിൽ കോഴിക്കോടിനപ്പുറത്തെങ്കിലും ജനിക്കണം. അങ്ങനെ നിർഭാഗ്യ ജാതകം സൂക്ഷിച്ചവരായിരുന്നു സഞ്ജയൻ, ഓച്ചന്ത് മേനോൻ, കേസരി നായനാർ, ഇവരൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നി ഈ സഞ്ജയനെ ലോകം അറിയണമല്ലോ. അതുകൊണ്ട് സഞ്ജയൻ്റെ പേരിൽ മലയാള പാഠശാല 2004 കവിതയ്ക്കൊരു പുരസ്കാരം ഏർപ്പെടുത്തി. അതാദ്യം തന്നെ കൊടുത്തത് ചെമ്മനം ചാക്കോനാണ്. 2005 ചന്തുമേനോൻ്റെ പേരിൽ ഒരു പുരസ്കാരം ഏർപ്പെടുത്തി. അതാദ്യം നൽകിയത് MT വാസുദേവൻ നായർക്കാണ്. 2008 KT മുഹമ്മദ് അന്തരിച്ചു. KT മുഹമ്മദിൻ്റെ പേരിലൊന്നും ഒരു അവാർഡ് ഇന്ന് വരെ സർക്കാർ ചെയ്തിട്ടില്ല, മനസ്സിലാക്കണം. ഇവരുടെ പേരിലൊന്നുമില്ല. അപ്പോൾ KT മുഹമ്മദിൻ്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി. അത് സമഗ്ര സംഭാവനക്ക് അതാദ്യം നൽകിയത് അടൂർ ഗോപാലകൃഷ്ണൻ. ഇപ്പോൾ ഞാൻ 2004 അവാർഡ് കൊടുക്കുന്നത് 2017 വരെ ഞാനിത് നിർത്താതെ കൊടുത്തു എന്നുള്ളതാണ്. ഒരു വ്യക്തിയാണ് ചെയ്യുന്നത്, മനസ്സിലായി. 2017 വരെ, 2017 ഈ അവാർഡ് നൽകിയത്, സഞ്ജയൻ അവാർഡ് നൽകിയത് S രമേശൻ നായർക്കാണ്. 2017 ചന്തുമേൻ അവാർഡ് നൽകിയത് KL മോഹനവർമ്മക്കാണ്. 2017 KT മുഹമ്മദ് അവാർഡ് നൽകിയത് കിളിമാനൂർ രാജകൊട്ടാരത്തിലെ കിളിമാനൂർ രാമവർമ്മ തമ്പുരാനാണ്. ഈ അവാർഡ് 2017 വരെ ഞാൻ മുടങ്ങാതെ ചെയ്തു. എങ്ങനെ ഇത് ആരും കാശ് തരാ ചെയ്യുന്നുമില്ല. ഞാൻ അവാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ പറയും ഞങ്ങൾ ചടങ്ങ് നടത്തിക്കൊള്ളാം. അപ്പോൾ ഈ അവാർഡിൻ്റെ ഈ പുരസ്കാരം മുഴുവൻ ഏറ്റെടുക്കുന്നത് ആരായിരിക്കും? ഏതെങ്കിലും സ്ഥാപനങ്ങളായിരിക്കും. ഒരിക്കൽ ഇരിട്ടി പ്രഗതി കോളേജുകാർ 2 തവണ ചെയ്തു, ഏച്ചൂർ നളന്ദ കോളേജുകാർ 4 തവണ ചെയ്തു, ഒറ്റപ്പാലം നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജുകാർ 4 തവണ അവാർഡ് ചെയ്തു, ബാംഗ്ലൂരിലെ ഒരു സംഘടന 2 തവണ അവാർഡ് നൽകി, പിന്നെ പയ്യന്നൂരിൽ 1-2 സംഘടന. ഓരോ സംഘടനയും എന്ത് ചെയ്തു? ഈ പുരസ്കാരങ്ങൾ അവർ ആ പുരസ്കാര തുക അവർ നൽകും, പുരസ്കാര ചടങ്ങ്. പക്ഷേ അവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ മഹാരഥന്മാരായ സാഹിത്യകാരന്മാരെ 10 പൈസ ചിലവില്ലാതെ അവർക്ക് കിട്ടാത്ത ഈ എഴുത്തുകാരെയും മറ്റും എനിക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നു. ഭാസ്കരൻ മാഷ് മാറി നിൽക്കുന്നു. യാതൊരു പൈസ അന്നും ഇന്നും ഒരേ സ്ഥലത്ത് എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ അതിന് വേണ്ടി അല്ല ഞാൻ ഈ ചെയ്യുന്നത്. എങ്കിൽ എനിക്ക് സർവീസിന് പിരിഞ്ഞ ഉടനെ ഏതെങ്കിലും പാരൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളായാൽ 10,000-50,000 രൂപ ശമ്പളം കിട്ടുമായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ട് എൻ്റെ പെൻഷൻ നീക്കി വെച്ചിട്ടാണ്. ഒരാളെയും ബോധ്യപ്പെടുത്താനല്ല, ഇതെൻ്റെ ഒരു ചരിത്ര ദൗത്യമായി ഞാൻ ഏറ്റെടുത്തു. ഇങ്ങനെ ഈ മഹാരഥന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഈ പുരസ്കാരങ്ങൾ ഞാൻ ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതതിൻ്റെ മറ്റൊരു ഘട്ടം. മൂന്നാം ഘട്ടം എന്ന് പറഞ്ഞത് ഞാനത് ഒരു 10 വർഷമേ ഉള്ളൂ അത് തുടങ്ങി. അതായത് മധുരം മലയാളം എന്നുള്ള പരിപാടിയാണ് ഇതിൻ്റെ 3ാം ഘട്ടം. ഒറ്റ മധുരാണെങ്കിൽ മാതൃഭൂമിയുടെ മധുരമാവും. എൻ്റെത് ഇരട്ടി മധുരമാണ്. മധുരം മലയാളം പരിപാടി തുടങ്ങി. അത് കഥയിലൂടെ, കവിതയിലൂടെ, നാടകത്തിലൂടെ, പഴമൊഴികളിലൂടെ, പഴം ചൊല്ലുകളിലൂടെ, നാടൻ പാട്ടുകളിലൂടെ എങ്ങനെ നമ്മുടെ മലയാളത്തിൻ്റെ മധുരം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നത് മാത്രമല്ല, ഈ മനുഷ്യ മനസ്സ് ഒന്ന് ഉഴുതുമറിച്ചിട്ട വയലിൽ ഏത് വിത്തിട്ടാലും മുളക്കും. കൊച്ചു കുട്ടികളുടെയായാലും മുതിർന്നവരുടെയായാലും മനസ്സിനെ ഒന്ന് ആർദ്രമാക്കുക. സമ്മർദ്ദ വിമുക്തമായൊരു മനസ്സിനെ സൃഷ്ടിക്കാൻ എങ്ങനെ എൻ്റെ ഭാഷ സഹായകമായി തീരും എന്നതിൻ്റെ ഒരു അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ ഒരു
പരിപാടിയാണ് മധുരം മധുരം മലയാളം. കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല ഞാനിത് ചെയ്യുന്നത്. ഡോക്ടർമാർക്ക് ചെയ്യുന്നു, എഞ്ചിനീയർമാർക്ക് ചെയ്യുന്നു, പോലീസ് ഓഫീസർമാർക്ക് ചെയ്യുന്നു, ബാങ്ക് ഓഫീസർമാർക്ക് ചെയ്യുന്നു, രോഗികൾക്ക് ചെയ്യുന്നു. ഇങ്ങനെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ മുമ്പിൽ ഒരൊറ്റയാനായി ഞാൻ എന്തു ചെയ്യുന്നു? കഥ അവതരിപ്പിക്കുന്നു, ഞാൻ പാടുന്നു, സരസ് എന്നോടൊപ്പം പാടുന്നു. ഇപ്പം ഞാനിപ്പോൾ ഒന്നാം തുമ്പി അക്ഷരത്തുമ്പി ആടിവ പാടിവ ഓമനത്തുമ്പി, രണ്ടാം തുമ്പി വിളിക്കുന്നു നിന്നെ ആടാം പാടാം കൂടവാ തുമ്പി, മൂന്നാം തുമ്പി വിളിക്കുന്നു നിന്നെ മണ്ണപ്പം ചുട്ടത് ചൂടോടെ തിന്നാം. ഞാനിത് പാടുമ്പോൾ ഈ സരസ് മുഴുവനും എന്നോടൊപ്പം പാടും. എല്ലാവരും ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകും. ഇപ്പോൾ പോലീസ് ഓഫീസറായാലും IG ആയാലും ഡോക്ടറായാലും ജില്ലാ മെഡിക്കൽ ഓഫീസറായാലും നേഴ്സായാലും രോഗികളായാലും എല്ലാവരും പാടുകയും നിഷ്കളങ്കമായ ബാല്യത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. ഈ ബാല്യത്തിലേക്ക് എത്തിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം? അവിടെ കളങ്കരഹിതമായൊരു മനസ്സുണ്ടാവും. അപ്പം എല്ലാവരെയും കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോവുക എന്നതാണ് എൻ്റെ ദൗത്യം. പിന്നെ ഈ കുട്ടികൾ എഴുതിയ കഥയിലൂടെ, കുട്ടികൾ എഴുതിയ പാട്ടിലൂടെ ആണ് ഈ കുട്ടി യാത്ര ചെയ്യുന്നത്. നാരായണൻകുട്ടിയും ഈ ഭാസ്കരൻകുട്ടിയും എല്ലാവരും എൻ്റെ ഭാർഗവൻ എല്ലാം ഈ ഒരു കുട്ടിയായി മാറുകയും ഈ ഒരു കുട്ടി മനസ്സിലേക്ക് നമ്മളെല്ലാവരും ഒത്തുചേരുകയും ചെയ്യുന്നു. അവിടെയാണ് അക്ഷരങ്ങളുടെ ഒരു ലോകത്തിലേക്ക് ഞാൻ ഈ കൊണ്ടുപോകുന്നത്. കണ്ണീർ തൂകാനും പുഞ്ചിരിച്ചിടാനും ചാടിക്കളിക്കാനും കെറിമറിയാനും ചാഞ്ഞ തട്ടിക്കളിക്കാനും മുട്ടിമറിയാനും ടാഠാടാഠാണ തട്ടിക്കളിക്കാൻ ടാഠാടാഠാണ തട്ടി ടാഠ കളിക്കാൻ ടാഠാണ തട്ടിക്കളിക്കാൻ ടാഠാടാഠാണ തട്ടിക്കളിക്കാനും മുട്ടിമറിയാനും ടാഠാടാഠാണ താളം പിടിക്കാനും താരാട്ട് പാടാനും താഥാ ദാഥാ നാ താഥാ ദാഥാ നാ താഥാ ദാഥാ നാ താഥാ ദാഥാ നാ പാടിക്കളിക്കാനും ആടിത്തിമിർക്കാനും പഫ ബഫമ ഖ ഗ ങ അക്ഷരമഞ്ചല്ലോ. അക്ഷരമഞ്ചായാൽ പഞ്ചാക്ഷരമായി, പഞ്ചാക്ഷരമായാൽ പഞ്ചാമൃതമായി, പഞ്ചാമൃതമായാൽ നൊട്ടി നുണക്കാലോ പകർന്നു നൽകാലോ പഞ്ചാമൃത മധുരം. അക്ഷരത്തൊട്ടിലായി അമ്മയുടെ കയ്യിലായി, അക്ഷരം ഉള്ളിലായി, എല്ലാം മനസ്സിലായി. ഇത് മനസ്സിലാണൊന്നും ആകാത്തത്, എല്ലാം മനസ്സിലായി. അവിടെ അക്ഷരങ്ങളുടെ ഈ ശുദ്ധമായ അക്ഷരം എങ്ങനെ ഉച്ചരിക്കണം, ഭാഷയുടെ അക്ഷരം എത്രമാത്രം കരുത്തുള്ളതാണ്. ഇപ്പോൾ ക ഖ ഗ ഖ ങ എന്ന അർത്ഥമില്ലാത്ത അക്ഷരങ്ങളിൽ പോലും ആശയത്തെ കൊണ്ടുവരാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഇറങ്ങിപ്പോ ക ഖ ഗ ഖ ങ, ക ഖ ഗ ഖ ങ ഞാൻ പോണോ, ക ഖ ഗ ഖ ങ നീ പോയേ പറ്റൂ, ക ഖ ഗ ഖ ങ ഞാൻ പോയിക്കോളാം. അപ്പോൾ അർത്ഥമില്ലാത്ത അക്ഷരങ്ങളിൽ ആശയത്തിൻ്റെ ഒരു മഹാപ്രപഞ്ചത്തെ ആവിഷ്കരിക്കാനും ഉൾക്കൊള്ളിക്കാനും പറ്റുന്നു നമ്മുടെ മലയാള അക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളിലെ എങ്ങനെയാണ് അക്ഷരങ്ങളായി അമൃതമായി അനശ്വരമായി നമുക്കിവിടെ നിലനിൽപ്പിൻ്റെ ഒരു ആപ്തവാക്യമായി നമ്മുടെ അക്ഷരങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കാം എന്നതിലൂടെ ഈ സംഭവങ്ങൾ കൊണ്ടുപോകാൻ. അതിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികളോടൊപ്പം ഈ അക്ഷരവുമായി ഞാൻ യാത്ര ചെയ്തപ്പോൾ എന്നേക്കാൾ ഒരുപാട് ഉയരങ്ങളിലാണ് എൻ്റെ കുട്ടികളെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ എന്നോട് പറയും, ഭാസ്കര നിനക്ക് കുറച്ചുകൂടി നന്നായിക്കൂടെ. ഓരോ കുട്ടിയോടും സംവദിക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കും, നീ ആ കുട്ടിയിൽ നിന്ന് പഠിക്ക്. ആ കുട്ടി ചിരിക്കുമ്പോൾ നിനക്ക് ചിരിക്കാൻ പറ്റുമോ, ആ കുട്ടി കരയുമ്പോൾ നിനക്ക് കരയാൻ പറ്റുമോ എന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഈ 7100ഓളം വേദികളിൽ ഞാൻ ഈ അക്ഷരയാത്ര നടത്തിയപ്പോഴും എന്നെ തിരിച്ചറിയാനും എന്നെ പഠിക്കാനും എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖമാണ്. എൻ്റെ ചുറ്റുപാടുള്ളവരെല്ലാം എന്നേക്കാൾ നല്ലവരും എൻ്റെ കുട്ടികളെല്ലാം എന്നേക്കാൾ ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു അക്ഷരയാത്രയാണ് ഈ ഞാൻ ഇതിലൂടെ യാത്ര ചെയ്തത്.
ഒരുപാട് പാഠങ്ങൾ അവരിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. ഭാസ്കര പുതോൾ മാഷ് ഏറെ കാര്യങ്ങൾ നമ്മളുമായി പങ്കിട്ടു. ഇനിയും ഏറെ കാര്യങ്ങൾ പങ്കിടാനുണ്ട്. മൈ സ്റ്റോറിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.